ലബനനിലെ ഹിസ്ബുള്ള ഹമാസ് കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. കിഴക്കൻ ലബനനിലും ദക്ഷിണ ലബനനിലുമാണ് ആക്രമണം നടന്നത്. ഹിസ്ബുള്ളയും ഹമാസും തമ്പടിച്ചിരുന്ന കെട്ടിടങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം ലബനനിലെ ഹിസ്ബുള്ള ഹമാസ് കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം എന്ന വാർത്ത വരുന്നു. വിവരങ്ങൾ. തീർച്ചയായും ഹിസ്ബുള്ളക്കെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം, അതായത് ഹിസ്ബുള്ള വീണ്ടും ശാക്തീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ അവിടെ ലെബനനിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള തെളിവുകളും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയിൽ തന്നെ പലതവണയായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പുതിയതാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കിഴക്കൻ ലെബനനിലും തെക്കൻ ലെബനനിലുമുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. പല ഈ മേഖലകളിലും ഹമാസും ചില കേന്ദ്രങ്ങൾ ലെബനനിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഹിസ്ബുള്ളയുടെ തന്നെ പിന്തുണയോടെ ഒരുക്കിയിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ മേഖലകൾ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. കഫർ ഹത്ത, ഐൻ അൽ ടിന എന്നീ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് ആദ്യം ആക്രമണം നടന്നത്. പിന്നീട് അന്നാൻ അൽ മനാറ തുടങ്ങിയ ഹമാസ് കേന്ദ്രങ്ങളിലും ശക്തമായൊരു ആക്രമണം നടക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അനിവാര്യമാണ്. അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിനും അത് സ്വാഭാവികമായും ഹിസ്ബുള്ളയോടൊപ്പം നിൽക്കുന്ന ഹമാസിനെയും ശക്തമായി നിരായുധീകരിക്കുന്നതിനും ഈ നീക്കങ്ങൾ അനിവാര്യമാണ് എന്ന നിലപാട് ഇസ്രയേൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇസ്രയേലിന്റെ ഈ നിലപാടിന്റെ ഭാഗമായാണ് ഈ കടുത്ത നടപടികളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹമാസുമായുള്ള സമാധാന ധാരണയും അത് അന്തിമമായ ഘട്ടത്തിലേക്ക് എത്തുകയും ഗാസയിൽ ഒരു പുതിയ സംവിധാനങ്ങൾ വരുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രയേൽ ഹിസ്ബുള്ള ഈ ലെബനനിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഹമാസിനെ കൂടി ചേർത്ത് പിടിച്ച് വീണ്ടും ഒരു ആക്രമണത്തിന് കോപ്പുകൂട്ടുകയും ശാക്തീകരണം നടത്തുകയും IS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പിന്തുണ നേടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് വീണ്ടും മേഖലയിലെ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ളക്കെതിരെ കടുത്ത നിലപാടുകളുമായി, ലെബനനിലെ ഹിസ്ബുള്ള സംവിധാനങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി ഇസ്രയേൽ രംഗത്ത് വരുന്നത്. ഏറ്റവും അവസാനമായി ഇന്നലെ നടന്ന ആക്രമണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്രയേൽ പ്രതിരോധ സേന തന്നെ അക്കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ അനിവാര്യമാണ്. ഹിസ്ബുള്ളയെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളെ അടിയന്തരമായി തടയേണ്ടതുണ്ട് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ. കിഴക്കൻ ലെബനനിലും ദക്ഷിണ ലെബനനിലുമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയും ഹമാസും തമ്പടിച്ചിരുന്ന കെട്ടിടങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം.